നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 മാർപ്പാപ്പയും സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി. വരാനിരിക്കുന്ന ജൂൺ മാസത്തിൽ മാർപ്പാപ്പ സ്പെയിനിലേക്ക് നടത്തുന്ന അപ്പസ്തോലിക സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ സുപ്രധാന കൂടിക്കാഴ്ച നടന്നത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം അതീവ പ്രാധാന്യമുള്ള ആഗോള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. വിശുദ്ധ പാദ്രെ പിയോ സ്ഥാപിച്ച ഇറ്റലിയിലെ സാൻ ജിയോവാനി റൊട്ടാൻഡയിലുള്ള കാസോ സൊള്ളിവോ ഡെല്ല സൊഫ്രൻസ് ആശുപത്രിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ലിയോ 14 മാർപ്പാപ്പ നേരിട്ടിടപെടുന്നു. ആശുപത്രി നേരിടുന്ന $290 മില്യൺ കടബാധ്യത പരിഹരിക്കുവാനും സ്ഥാപനത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കുവാനും ലക്ഷ്യമിട്ട് ഒരു ഉന്നതതല കമ്മീഷനെ പാപ്പ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ദക്ഷിണ ഇറ്റലിയിലെ അബുലിയ മേഖലയിലെ കത്തോലിക്ക ആശുപത്രി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ 250 മുതൽ 300 മില്യൺ യൂറോ വരെയാണ് സ്ഥാപനത്തിന്റെ കടബാധ്യതയായി കണക്കാക്കുന്നത്. പ്രാദേശിക ഭരണകൂടവുമായുള്ള തർക്കങ്ങളും പുതിയ തൊഴിൽ കരാറുകളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. പനാമയിലെ ജുവനൈൽ ഹോമിൽ വിശ്വാസത്തിന്റെ പുത്തൻ ഉണർവ്. പനാമ ആർച്ച് ബിഷപ്പ് ഹൊസെ ഡൊമിംഗോ ഉല്ലാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ഒരു കൗമാരക്കാരൻ മാമോദിസയും 27 പേർ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്ന കൗമാരക്കാരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണിത്. കൂദാശ സ്വീകരിച്ചവരിൽ ഒരാളായ ഫ്രെഡി തന്റെ അനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ്: ഞാൻ പുറത്തു തെരുവിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചുവടുവെപ്പ് സാധ്യമായിരുന്നില്ല. ദൈവസ്നേഹം നേരിട്ടറിയാൻ എനിക്കിവിടെ സാധിച്ചു. ദൈവത്തിന്റെ മറ്റൊരു പൈതലായി മാറിയതിൽ ഞാൻ വലിയ സന്തോഷവാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടും തുടരുന്ന സംഘർഷങ്ങളിൽ സാധാരണക്കാർ നേരിടുന്ന കടുത്ത ദുരന്തങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി വത്തിക്കാൻ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ നടന്ന സായുധ സംഘർഷങ്ങളിൽ സാധാരണക്കാരുടെ സംരക്ഷണം എന്ന വിഷയത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു വത്തിക്കാൻ. യുദ്ധമുഖത്ത് സാധാരണക്കാരെ സംരക്ഷിക്കുക എന്നത് കേവലം രാഷ്ട്രീയമോ നിയമപരമോ ആയ വെല്ലുവിളിയല്ല, മറിച്ച് അതൊരു വലിയ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് വത്തിക്കാൻ ഓർമ്മിപ്പിച്ചു. ആധുനിക യുദ്ധങ്ങളിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന പലായനം, പട്ടിണി, അതിക്രമങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയ വത്തിക്കാൻ പ്രതിനിധികൾ പ്രധാനമായും 3 മേഖലകളിൽ ആശങ്ക അറിയിച്ചു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ബഹുമാനിക്കുവാനും സമാധാനപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കായി പരിശ്രമിക്കുവാനും ലോകരാജ്യങ്ങളോട് വത്തിക്കാൻ അപ്പീൽ നൽകി. യുക്രൈനിൽ സാധാരണക്കാർക്കു നേരെ റഷ്യ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അതിശക്തമായി അപലപിച്ച് ലിയോ 14 പാപ്പ. യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്നും അത് മനുഷ്യജീവനുകളും പ്രതീക്ഷകളും തകർക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബുധനാഴ്ച വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് ലോകസമാധാനത്തിന് വേണ്ടി പാപ്പ വീണ്ടും ശബ്ദമുയർത്തിയത്. മിസൈലുകളും ഡ്രോണുകളും പതിക്കുന്നത് കെട്ടിടങ്ങളിൽ മാത്രമല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലുമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.